റഹീം ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പാഠം 5 തീരാൻ പോവുകയാണ്. അതിൻ്റെ അവസാനത്തെ പേജാണ്. ബാറക്കല്ലാഹു ഫീക്കും. പാഠം 5 വരെ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കിയാൽ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് അങ്ങോട്ട് ഇനി എളുപ്പമായിരിക്കും. കാരണം പാഠം 5 തീരുന്നതോടെ നമ്മൾ ഈ അറബി ഗ്രാമർ പഠിക്കേണ്ട ഒരു വഴിയിൽ ഇൻഷാ അല്ലാഹ് എത്തും. കാരണം നമുക്ക് ഏകദേശം ഒരു ചിത്രം കിട്ടും ഇൻഷാ അല്ലാഹ് അറബി ഗ്രാമറിൻ്റെ വഴി എന്താണ് അത് ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് അങ്ങോട്ട് ഇനി അത്ര ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് പാഠം 5 വരെ ശ്രദ്ധിക്കാൻ സാധിക്കാതിരുന്നവർക്ക് ഒന്നും കൂടി തുടക്കത്തെ പാഠം മുതൽ 5ാമത്തെ പാഠം വരെ ഒന്ന് നല്ലവണ്ണം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ എക്സസൈസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹംസത്തുൽ വസ്ൽ ആണ് ചെയ്തത്, ഇസ്മുൻ പിന്നെ ഇബ്നുൻ. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഈ എക്സസൈസിൽ ഉള്ളത്. അപ്പോൾ ഇബ്നു മുഹമ്മദിൻ ഫിൽ ഇറാഖി വബ്നു ഹാമിദിൻ ഫിൽ ഹിന്ദി. മുഹമ്മദിൻ്റെ മകൻ ഇറാഖിലാണ്, ഹാമിദിൻ്റെ മകൻ ഇന്ത്യയിലുമാണ്. അപ്പോൾ ഹംസത്തുൽ വസ്ലാണ് പഠിപ്പിക്കുന്നത്. ഇബ്നുൻ അത് തുടക്കത്തിൽ ആലിഫ് ഉച്ചരിക്കും. ഒരു കലിമക്ക് ശേഷം വന്നാൽ അല്ലെങ്കിൽ നടുക്ക് വന്നാൽ അത് ഉച്ചരിക്കില്ല. അപ്പോൾ ഇവിടെ തുടക്കത്തെ സെൻറ്റൻസിൽ അലിഫ് തുടക്കത്തിലാണ് വന്നത്, അതുകൊണ്ട് നമ്മൾ ഇബ്നു മുഹമ്മദിൻ ആലിഫ് ഉച്ചരിക്കും. രണ്ടാമത്തെ സെൻറ്റൻസ് വാക്യത്തിൽ വാക്ക് ശേഷമാണ് വന്നത്, അപ്പോൾ അലിഫ് ഉച്ചരിക്കില്ല. വബ്നു, വ ഇബ്നു എന്ന് പറയില്ല, വബ്നു. അപ്പോൾ ഇബ്നു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് മുഹമ്മദിൻ മുലാഫിലൈ മജ്റൂർ. ഫി ഹർഫു ജർ അൽ ഇറാഖി ഇസ്മു മജ്റൂർ ജാർ വ മജ്റൂർ ഷിബു ജുംല ഖബർ. രണ്ടാമത്തെ ടൈപ്പ് ഖബർ. വ ഹർഫു അത്ഫിൻ ഇബ്നു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് ഹാമിദിൻ മുലാഫിലൈ മജ്റൂർ. ഫി ഹർഫു ജർ അൽ ഹിന്ദി ഇസ്മു മജ്റൂർ ജാർ വ മജ്റൂർ ഷിബു ജുംല ഖബർ. ഇബ്നുൻ എന്നാണ് അല്ലെ, ഇബ്നുൻ തൻവീൻ ഉണ്ടാവും നൂനിന്, ഇബ്നുൻ. പക്ഷേ ഇവിടെ മുലാഫായതുകൊണ്ട് നമുക്കറിയാം തൻവീന് പോകും. അപ്പോൾ ഇബ്നു മുഹമ്മദിൻ. പിന്നെ അടുത്ത സെൻറ്റൻസിൽ ഇബ്നു ഹാമിദിൻ. ഓക്കെ, അത് മുലാഫല്ല, ഇബ്നു ഒറ്റക്ക വരുന്നുണ്ടെങ്കിൽ അതിന് തൻവീൻ ഉണ്ടാവും, ഇബ്നുൻ. അടുത്ത സെൻറ്റൻസ് ഖറജ് ഇബ്നു അത്തൊബീബി മിനൽ ബൈത്തി. വീട്ടിൽ നിന്ന് ഡോക്ടറുടെ മകൻ പുറപ്പെട്ടു. ഖറജ പുറപ്പെട്ടു. അപ്പോൾ പുറപ്പെട്ടത് ആരാന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്, ഇബ്നു അത്തൊബീബി ഡോക്ടറുടെ മകൻ. അപ്പോൾ ഇത് ജുംല ഫീലിയാണ്. പുറപ്പെടലൊരു ക്രിയയാണ്, ഇസ്മല്ല, ക്രിയയാണ്. അപ്പോൾ ഖറജ ഫീലാണ്. അപ്പോൾ ഇത് ജുംല ഫീലിയാണ്. അപ്പോൾ ഇനി ഇതിൽ മുബ്തദയും ഖബറും ഉണ്ടാവില്ല. പിന്നെ എന്താ ഉണ്ടാവുള്ളൂ, ഫിയലും ഫായിലും. അപ്പോൾ ഫീൽ ഏതാ, ക്രിയ ഖറജ. ഫായിൽ കർത്താവ്, ആ പുറപ്പെടുന്നത് ആരാ, ഇബ്നു തബീബി ഡോക്ടറുടെ മകൻ. അപ്പോൾ ഇബ്നു ആണ് ഫായിൽ. ഫായിലിൻ്റെ അടയാളം എന്തായിരിക്കണം, മർഫൂ ലമ്മത്ത് അല്ലേ, ഇബ്നു. അപ്പോൾ ഖറജ ഇബ്നു. ഖറജ് ഇബ്നി എന്ന് പറയൂല, ഖറജ് ഇബ്ന എന്ന് പറയൂല, പിന്നെയോ ഖറജ് ഇബ്നു. അപ്പോൾ ഇനി ഖുർആനിലൊക്കെ പോകുമ്പോൾ ഹദീസിലൊക്കെ പോകുമ്പോൾ ഇത് നമ്മൾ പ്രയോഗവൽക്കരിക്കണം. വെറുതെ ഇങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. നമ്മളൊരു ഫീല് കണ്ടു, ആ ഫീലിന് ഫായിൽ വെളിവായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം എന്തായിരിക്കണം, ലമ്മത്താണോ ഫതഹത്താണോ കസ്റത്താണോ എന്ന് നമ്മൾ ഇതേപോലെ ഈ പഠിക്കുന്ന പാഠങ്ങളൊക്കെ നമ്മളിനി ഖുർആനും ഹദീസും പഠിക്കുമ്പം അത് പ്രയോഗവൽക്കരിക്കണം ഇൻഷാ അല്ലാഹ്. ഖറജ് ഇബ്നു, പാര പുറപ്പെടുന്നു, ഇബ്നു. അപ്പോൾ ഇബ്നുവിൻ്റെ അടയാളം എന്തായിരിക്കണം, ലമ്മത്ത് മർഫൂ.
ഇബ്നു തബീബി ഡോക്ടറുടെ മകൻ. അപ്പോൾ ഇബ്നു എന്തും കൂടിയാണ്? മുലാഫ്. മുലാഫ്. അപ്പോൾ ഇബ്നുവിന് അലിഫ്ലാം ഇടാൻ പാടില്ല, തൻവീൻ ഇടാൻ പാടില്ല. ഇബ്നു അലിഫ്ലാം ഇല്ലാതെ. അത്തബീബി അതെന്താ? മുലാഫിൽ. അപ്പോൾ എന്തായിരിക്കും അടയാളം? മജ്റൂർ. അതുകൊണ്ടാണ് തൊബീബി എന്ന് പറയുന്നത്. തൊബീബാന്നോ തൊബീബു ബൂന്നോ പറയാൻ പാടില്ല, തൊബീബി. കാരണം ഇതെന്താ? ഡോക്ടറുടെ മകനാണ്. അപ്പോൾ ഡോക്ടർ മുലാഫിൽ മജ്റൂർ കസറത്തായിരിക്കണം. മിനൽ ബൈത്തി. മിനൽ ബൈത്തി. അപ്പോൾ മിന്നെന്താ? ഹർഫു ജർ. അൽ ബൈത്തി എന്താ? ഇസ്മ മജ്റൂർ. ജാറുമ്പ മജ്റൂർ ഷിബു ജുംല. ഖബർ എന്ന് പറയോ? ഇല്ല. കാരണം ഇതെന്താ? ജുംല ഫീലിയാണ്. ഇതിന് മുബത്തതയില്ല. അതുകൊണ്ട് ഇതിനെ ഖബർ എന്ന് പറയൂല. ഷിബു ജുംല എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തണം. അപ്പോൾ മിന്നെന്താ? ഹർഫു ജർ. അപ്പോൾ ഹർഫു ജറിന് ശേഷം അൽ ബൈത്തിൻ്റെ അടയാളം എന്തായിരിക്കണം? അൽ ബൈത്തി. കാരണം ഹർഫു ജറിന് ശേഷം ഇസ്മ മജ്റൂറാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ മിനൽ ബൈത്തി എന്ന് പറയുന്നത്? കാരണം മിന്നിന് അടിസ്ഥാനപരമായിട്ട് സുക്കൂനാണല്ലോ. മബ്നിയൂനല്ല, സുക്കൂനാണല്ലോ. നൂൻ്റെ മുകളിൽ സുക്കൂനാണല്ലോ. പിന്നെ എന്താ മിനൽ ബൈത്തി എന്ന് പറയുന്നത്? അത് നൂനിന് ഫത്ത് ഇട്ടത് വെറും ഉച്ചാരണം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മിന്നിന് സുക്കൂന്, നൂനിന് സുക്കൂന്. അതേപോലെ അടുത്ത കലിമ അല്ല്, ലാമിന് സുക്കൂന്. ഇങ്ങനെ രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് അറബിയിൽ വരൂല. ഓക്കെ, രണ്ട് സുക്കൂന് അടുത്തടുത്ത് അറബിയിൽ വരാത്തപ്പോൾ നമ്മൾ അതിന് മുമ്പുള്ള സുക്കൂന് ചില മാറ്റങ്ങൾ വരുത്തും. ചിലപ്പോൾ ഫത്തഹാവും, ചിലപ്പോൾ കസറാകും. അത് നമ്മൾ ഇൻഷാ അല്ലാ പഠിക്കും. അപ്പോൾ ഇവിടെ മിന്നെന്താകും? മിനൽ ബൈത്തി എന്നാവും. ഇതിന് ഇൽത്തിക്കാ സാക്കിനി എന്ന് പറയും. ഇൽത്തിക്ക എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടൽ, സാക്കിനി എന്ന് പറഞ്ഞാൽ രണ്ട് സുക്കൂനുകൾ. അപ്പോൾ രണ്ട് സുക്കൂനുകൾ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ മിന്നിൻ്റെ നൂനിനെന്താക്കും? മിന്നാണെങ്കിൽ അത് മിനൽ എന്നാക്കും, ഫത്തഹ കൊടുക്കും, ഉച്ചാരണം എളുപ്പമാക്കാൻ. അടുത്ത നോക്കൂ. ദഹബി ബിനു താജിരി ഇല സൂക്കി. സൂക്കിലേക്ക് കച്ചവടക്കാരൻ്റെ മകൻ പോയി. അപ്പോൾ ദഹബ പോയി ക്രിയയാണ്. ആരാ കർത്താവ്? ഇബ്നു. അപ്പോൾ അതിൻ്റെ അടയാളം എന്തായിരിക്കണം? ഇബ്നു. പിന്നെ അത് മുലാഫും കൂടിയാണ്. അപ്പോൾ അലിഫ്ലാം ഇടാൻ പാടുണ്ടോ? ഇല്ല. ദഹബൽ ഇബ്നു എന്ന് പറയാൻ പാടുണ്ടോ? പാടില്ല. ദഹബിബ്നു. പിന്നെ തൻവീൻ ഇടാൻ പാടുണ്ടോ? പാടില്ല. കാരണം മുലാഫാണ്. അത്താജിരി മുലാഫിലെ മജ്റൂർ. അപ്പോൾ താജറിൻ്റെ അടയാളം എന്തായിരിക്കണം? കസ്റത്തായിരിക്കണം, മജ്റൂറായിരിക്കണം. അപ്പോൾ ദഹബിബ്നു താജിരി ഇല സൂക്കി. എന്തുകൊണ്ട് സൂക്കി? എന്തുകൊണ്ട് സൂക്കു സൂക്കാന്നല്ല? കാരണം ഇല വന്നു. ഇല നമുക്കറിയാം ഹർഫു ജറാണ്. ഹർഫു ജർ വന്നാൽ തൊട്ടപ്പുറത്തെ ഇസ്മ അസൂക്ക് എന്തായിരിക്കണം? കസ്റത്തായിരിക്കണം, മജ്റൂറായിരിക്കണം. അപ്പോൾ ഇല സൂക്കി. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഖുർആനിലേക്ക് പോകുമ്പോൾ, ഹദീസിലേക്ക് പോകുമ്പോൾ ഇല കണ്ടു, ഫീ കണ്ടു, മിൻ കണ്ടു, അല കണ്ടു. ഈ ഹർഫു ജറുകളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിന് ശേഷം ഇസ്മായിരിക്കും. ആ ഇസ്മിന് എന്തായിരിക്കണം? കസ്റത്തായിരിക്കണം. ഓക്കെ, നമ്മൾ ആയത്തുകളും പഠിച്ചതാണ്. ഇനി അടുത്ത നോക്കൂ. ഇസ്മുൽ മുഹന്ദിസി ഫൈസലുൻ വസ്മു തബീബി മസ്ഊദുൻ. അപ്പോൾ ഇവിടെ വീണ്ടും ഹംസത്തുൽ വസ്ൽ വരികയാണ്. അപ്പോൾ ഇസ്മിൻ്റെ അലിഫ് ഹംസത്തുൽ വസ്ലായതുകൊണ്ട് ഇസ്മുൽ മുഹന്ദിസി എന്ന് പറയുമ്പോൾ നമ്മൾ അലിഫ് ഉച്ചരിക്കും. പക്ഷെ അടുത്ത വാക്യത്തിൽ വാ വന്നുകൊണ്ട് അതിന് ശേഷം ആ ഇസ്മിൻ്റെ അലിഫ് വന്നാൽ നമ്മൾ അലിഫ് ഉച്ചരിക്കൂല. അപ്പോൾ വസ്മുത് തബീബി. ഓക്കെ, ബാക്കിയൊക്കെ ഇനി ഇൻഷാ അല്ലാ പഠിച്ചവർക്ക് എളുപ്പമായിരിക്കും. കാരണം ആവർത്തിക്കുകയാണ്, എല്ലാം ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇസ്മു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് അൽ മുഹന്ദിസി മുലാഫിലെ മജ്റൂർ ഫൈസലുൻ ഖബറുൻ മർഫൂൻ വാ ഹർഫു അതഫ് ഇസ്മു മുബ്തദഉൻ മർഫൂൻ അത്തബീബി മുലാഫിലെ ഇസ്മു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് അത്തബീബി മുലാഫിലെ മജ്റൂർ മസ്ഊദുൻ ഖബറുൻ മർഫൂൻ. മസ്മുർ റജുലു. ആ പുരുഷൻ്റെ പേരെന്താ? അപ്പോൾ മാ വന്നു ഇസ്മിന് മുമ്പ്. അപ്പോൾ അലിഫ് ഉച്ചരിക്കോ? ഇല്ല. കാരണം എന്താ? ഇത് ഹംസത്തുൽ വസ്ലാണ്. അപ്പോൾ മസ്മുർ റജുലു. മാ ഇസ്മുർ റജുലു എന്ന് പറയില്ല. മസ്മുർ റജുലു. പുരുഷൻ്റെ പേരെന്താണ്? ഇബ്നു മൻ അന്ത. നീ ആരുടെ മകനാണ്? ഇബ്നു മൻ അന്ത. നീ ആരുടെ മകനാണ്? അന ഇബ്നുൽ വസീരി. ഞാൻ മന്ത്രിയുടെ മകനാണ്.
വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രി, മിനിസ്റ്റർ. അപ്പോൾ അന മുബ്തദഉൻ മർഫൂൻ മുദാഫാണോ? അല്ല, കാരണം ഇൻ്റെ ഉടേന്ന് ഇവിടെ ഇല്ല. അടുത്തതിനുണ്ട് ഇബ്നുൽ വസീറി, വസീറിൻ്റെ മകൻ. അപ്പോൾ അത് മുദാഫിലെയാണ്. അപ്പോൾ ഇബ്നു ഖബറുൻ വഹുവ മുദാഫ്, അൽ വസീറി മുദാഫിൽ മജ്റൂർ. അപ്പോൾ ഇനി പാഠത്തിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. ഈ പാഠത്തിൽ പഠിച്ച വാക്കുകൾ. അപ്പോൾ അർ റസൂലു ദൂതൻ, അൽ കഅബത്തു കഅബ, അൽ ഇസ്മു പേര്, അൽ ഇബ്നു മകൻ, അൽ അമ്മു ഉപ്പയുടെ സഹോദരൻ. അൽ അമ്മു എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരൻ. അൽ ഖാലു എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരൻ. അൽ ഹഖീബത്ത് എന്ന് പറഞ്ഞാൽ ബാഗ്. അസ്സയ്യാറത്തു എന്ന് പറഞ്ഞാൽ കാറ്. അഷാരിയു തെരുവ്, സ്ട്രീറ്റ്, തെരുവ്. മുഗലക്കുൻ പൂട്ടിയത്, മുഗലക്കുൻ പൂട്ടിയത്. തഹ്ത താഴെ, ലർഫാണ്, തഹ്ത താഴെ. ഹുനാക്കയും ലർഫാണ്, അവിടെ. ഇനി സയ്യാറത്തുൽ മുദർരിസി. അപ്പോൾ സയ്യാറത്തു എന്താ? മുലാഫ്. അപ്പോൾ അലിഫ്ലാം ഇടാൻ പാടില്ല. സയ്യാറത്തുൽ മുദർരിസി എന്ന് പറയാൻ പാടില്ല. സയ്യാറത്തുൽ മുദർരിസി. ആ താക്ക് തൻവീനും ഇടാൻ പാടില്ല. അപ്പോൾ സയ്യാറത്തു മുലാഫ്. അൽ മുദർരിസി മുലാഫിലെയാണ്. അപ്പോൾ കസറത്തായിരിക്കണം. ലമ്മത്തോ ഫതഹത്തോ മുദർരിസിന് ഇടാൻ പാടില്ല. അപ്പോൾ സയ്യാറത്തുൽ മുദർരിസി ടീച്ചറുടെ, അധ്യാപകൻ്റെ കാറ്. ഇൻ്റെ അല്ലെങ്കിൽ ഉടേന്ന് വന്നാൽ അത് മുലാഫിലെ. അപ്പോൾ സയ്യാറത്തു മുലാഫ്, അൽ മുദർരിസി മുലാഫിലെ മജ്റൂർ. ഇതോടെ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.